എവിടേക്കാ പോവാ? എങ്ങടെ പോണെന്നൊന്നും തീരുമാനിച്ചില്ല. പോവല്ലേ? ആയിക്കോട്ടെ. ഇങ്ങനെ കാണിച്ച പോവാച്ചിട്ടായിരുന്നു. നോക്കുമ്പോ മുന്നിലൊരു വഴി. ഇവിടേക്ക് കറക്റ്റ് എന്തെങ്കിലും പറയാം. ഇത് കവേ? കവയല്ല, പിന്നെ ഇത് മലമ്പുഴയുടെ ഭാഗമാണ്. കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ മലമ്പുഴയുടെ റിംഗ് റോഡ് എന്ന് പറയും. തെക്കേ മലമ്പുഴ അല്ലെങ്കിൽ മലമ്പുഴ റിംഗ് റോഡ്. ഇപ്പോ ഡാമിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിറക്കാണ്. ഡാമിലുള്ള വെള്ളം ഇറങ്ങും കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീൻ കിട്ടിയിട്ടുള്ളത്. സാധാരണ മഴക്കാലത്ത് മൊത്തം വെള്ളമാവും. അവിടെ നോക്കുമ്പോഴൊക്കെ കാണാമല്ലോ, ആ മല കണ്ടില്ലേ, ആ കാണുന്ന മല, ആ മലയുടെ ഒപ്പം തന്നെ അതിന്റെ താഴ്ഭാഗത്ത് കൂടെ മൊത്തം വെള്ളമായിരിക്കും. ഇപ്പോ വേനൽക്കാലം ആയതും കൊണ്ടാണ് ഈ വെള്ളം വറ്റിയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടിയും വെള്ളം താണു പോകും. അവിടെ ഇവിടെ അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അതെ അതെ. പാലക്കാടിന്റെ പല ഭാഗങ്ങളിലും പല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പാലക്കാടുകാരായിട്ടും ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് പറയാനുള്ളത്. നമ്മുടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ പാടങ്ങളാണ് പെട്ടെന്ന്. പാലക്കാട് എന്ന് പറയുമ്പോ പെട്ടെന്ന് ആളുകൾക്ക് ഓർമ്മ വരുന്ന കുറെ പാടങ്ങള്. പക്ഷെ പാടങ്ങൾ മാത്രല്ല, മലകളുണ്ട്, കുന്നുണ്ട്, ഇതുപോലുള്ള നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊന്നും വാൾപേപ്പറൊക്കെ വെച്ച പോലെ. അതെ. ഇത് ശരിക്കും നോക്കുമ്പോ വിൻഡോസിന്റെ ഫ്രണ്ട് ഒരു ഇത് വെക്കില്ലേ, വാൾപേപ്പർ, അതിന്റെ ഒരു ഇതില്ലേ. പുല്ല് ശരിയല്ല, നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പൊ ഇഷ്ടംപോലെ വെള്ളവും. ഞാൻ രണ്ടാമത്തെ തൊട്ടാ, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാ വരുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നല്ല അട്രാക്ഷൻ ആയി തോന്നിയത് പോത്തും പ്ലസ് മലയും ഈ വെള്ളവും ഒക്കെ കാണുമ്പോ നല്ല രസമാണ്. ഇപ്പൊ നല്ല തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പാണ്. എന്ത് രസം അറിയോ? കൊറേ കാലത്തിന് ശേഷം ഒരു സന്തോഷം കിട്ടി. നല്ലൊരു സന്തോഷമുണ്ട്. അജി വിളിച്ചപ്പോ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന ഇങ്ങോട്ടാണ് നാം പറഞ്ഞില്ല. സാധാരണ ഓസ്ട്രേലിയയിലൊക്കെ ഇതുപോലെ കുറേ മരങ്ങളുണ്ട്. ഈ വസന്തകാലമൊക്കെ വരുമ്പോൾ ഓരോ മരങ്ങളുടെ അല്ലെങ്കിൽ മഞ്ഞ നിറത്തില് അല്ലെങ്കിൽ ഫുൾ ചുവപ്പ് നിറത്തില് ബ്രൗൺ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കാണാം. അതുപോലെ ഓരോ മരങ്ങളും ഇപ്പോൾ അവിടെ കുറേ മരങ്ങൾ കാണാനുണ്ട്. ഓരോ മരങ്ങളും ഓരോ രീതിയിലാണ്. ചിലതൊക്കെ പൂത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ദൂരത്തു നിന്നാകുമ്പോൾ കറക്റ്റ് അറിയുന്നില്ല. കുറേയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയൊക്കെ നല്ല വെറൈറ്റി കളറായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ ഒരു അല്ലെങ്കിൽ മനസ്സിനൊക്കെ ഒരു നല്ലൊരു രസം തോന്നുന്നുണ്ട്. ഈ പോത്തുകൾ എന്തെങ്ങനെ വിട്ടിരിക്കണം? ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണതാണ്, ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ പുല്ലും കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ പുല്ലും വെള്ളവും യഥേഷ്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആളുകൾ, അതായത് പ്രദേശവാസികൾ എന്ന് പറയില്ലേ, ലോക്കൽ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രദേശവാസികൾ. അപ്പൊ അവരുടെ ചെറിയൊരു ബിസിനസ് പോലെ കുറെ പോത്തുംകുട്ടികളെ ചെറിയ ബിസിനസ്, ചെലവ് കുറവാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഒരു ബിസിനസ് അധികം ചെലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയ കുട്ടികളെ ബൾക്കായിട്ട് വാങ്ങും, എന്നിട്ട് ഇങ്ങനെ വിട്ടയക്കും. വന്ന സമയത്ത് നല്ല വഴുക്കലുണ്ടായിരുന്നില്ലേ? ആ ഭാഗത്തൊക്കെ ഇപ്പൊ അടുത്ത് വെള്ളം ഇറങ്ങിയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. ഡാം നമ്മൾ വരുന്ന വഴിക്ക് കനാൽ വെള്ളം വിട്ടണുണ്ടല്ലേ, അപ്പൊ വെള്ളം പെട്ടെന്ന് വലിയതാണ്. പിന്നെ വേനൽക്കാലത്ത് വരുന്നത് ഒരു 4ാമത്തെ പ്രാവശ്യമായിരിക്കും. ഞാൻ ബൈക്കും കൊണ്ട് ഇടയ്ക്ക് വരും, ക്ഷമ ഉണ്ടാവും കൂടെ. അപ്പോൾ നമ്മളൊക്കെ കണ്ടതും കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ശരിക്കും ഇത് റിംഗ് റോഡിന്റെ ഭാഗമാണിത്. റിംഗ് റോഡിന്റെ ഭാഗം പറഞ്ഞാൽ ഈ റിംഗ് റോഡും കവയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വർക്ക് നടക്കാന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കറങ്ങി പോയി കഴിഞ്ഞാൽ നേരെ കവയെ കൂടെ ആനക്കല്ല് വഴി ഇത് റിംഗ് റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കവയിലേക്ക് എത്തും. അതൊരു കാര്യം ശ്രദ്ധിച്ചു സ്കൂൾ വിട്ടിട്ട് എല്ലാരും വീട്ടിൽ പോകണേ. അവിടെ ആൾക്കാരൊന്നും കാണാല്ലോ. കിളി പറഞ്ഞു നോക്കിയത്
കിളിയല്ലടാ കൊറ്റി. കൊറ്റി കൊറ്റി. പക്ഷെ ആൾക്കാര് വരികയില്ലട്ടോ എല്ലാരും പോയപ്പോ. ആൾക്കാര് വന്നോണ്ടിരിക്കപ്പോ. ഓരോരുത്തർക്കും ഓരോ വൈബല്ലേ. എടാ ബാബുമല ഇവിടെ അടുത്താടാ. ബാബുമല ചിലപ്പോ ഇതൊന്നും അല്ലാതെ തോന്നുന്നു. പക്ഷെ ഞാൻ ഇവിടെ ശരിക്കും കുടുങ്ങി. മലമ്പുഴ എവിടെ ഭാഗത്തല്ലേ? ഇവിടെ